ഹായ്, നമ്മളിപ്പോൾ ഉള്ളതാണ് പത്മ വില്ലേജ്. അവൻ സേവ് ചെയ്താണ് അലക്സ് മൂത്താപ്പ പത്മ ഷൂട്ടിങ്. എടാ കള്ള ട്രൂ കോളറിൽ ഏതാ പറഞ്ഞേ? അത് വേറെ ആരോ സേവ് ചെയ്തേക്കുന്ന. എടാ അതവനായിരിക്കും, കുറുക്കനായിരിക്കും. കുറുക്കനാണ് ഇതുപോലത്തെ ഉടായ്പ പേരൊക്കെ സേവ് ചെയ്യുന്നത്. ആര് മറ്റേ നമ്മുടെ മാനേജർ പയ്യൻ. ഇപ്പൊ നമ്മളുള്ളതാണ് പത്മ വില്ലേജ്. പത്മ വില്ലേജിൽ ഒരു കിടിലൻ സാധനമുണ്ട്, കണ്ടോ? അപ്പം നമുക്കിന്നൊരു സാധാ ഡ്രോണും അതുപോലെ തന്നെ FPV ഡ്രോണും ഉണ്ട്. അപ്പോൾ അതിനെ കുറച്ച് ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് തന്നെ നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് ജോൺസ്, ശരത്, അതുപോലെ തന്നെ വലിയ മുതലാളി, കാനഡയിലെ വലിയ സിംഗം, പാൽദബയുടെയും ഡാപ്സിൻ്റെയും വേടിൻ്റെയൊക്കെ പിമ്പായിട്ടുള്ള അലക്സാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പം അലക്സിൻ്റെയാണ് ഡ്രോൺ. നമ്മൾ കഴിഞ്ഞ ദിവസം ഷൂട്ടിന് തന്നെ ഡ്രോൺ ക്രാഷ് ആക്കിയായിരുന്നു. ഓടിക്കാറിയതില്ലാത്തോണ്ടൊന്നല്ല കേട്ടോ, നിങ്ങളങ്ങനെ പറയുക വിചാരിക്കുന്നു ചെയ്യരുത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ ഓൾറെഡി ഒരു ഷൂട്ടിംഗ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു അറിയാവുന്നൊരു ചേട്ടൻ്റെ തന്നെ, ജെയ്സൺ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി നോക്കാം. നമ്മളിപ്പം നടന്നെത്തിയിരിക്കുന്ന സ്ഥലമാണ് വരുണിന്റെ വണ്ടി മുഖ്യ സ്ഥലം. അത് തന്നെ നമ്മുടെ ദൃശ്യം സിനിമയ്ക്കകത്ത് തോമസ് ഊട്ടി കൊണ്ടുപോയിട്ട് കാറിട്ട സ്ഥലമാണിത്. ഈ താഴെ കാണുന്നത് ഇതാണ് തുഴയിലുള്ള ഒറോപ്പാറ. ആ സൈഡിൽ കാണുന്നതാണ് തുഴ. പിന്നെ ഈ കാണുന്നതാണ് ശരത്ത് തങ്കച്ചൻ, ഈ കാണുന്നതാണ് ജോൺസ് ജോർജ്. അപ്പം നമ്മൾ പത്മ വില്ലേജിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി ഇങ്ങോട്ടേക്ക് എത്തും. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സമയമൊന്നുമല്ല, അധികം ദൂരമൊന്നുമില്ല. ചുമ്മാ അങ്ങ് നടന്നാൽ മതി. പിന്നെ കമ്പനിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുറെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തും. ഇതോടെ ആ സ്ഥലം തീരും. ഉണ്ടോ, നല്ല രസമായിട്ട് ഇതിനകത്തോളം നടക്കാനായിട്ട്. നമ്മളിപ്പോൾ വന്നതിന് ഇച്ചിരി ലേറ്റായി പോയി. മാത്രമല്ല മേഘം ഉള്ളതുകൊണ്ട് സൺസെറ്റ് സാധനങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അതോ സൺസെറ്റ് പോയി. പിന്നെ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മതിയായ കൊക്കെ കേട്ടോ. സാറേ നീ ചാടി നോക്കാവോ? വേണ്ട പൊടപ്പെട്ടി, എനിക്ക് പേടിയാണ്. യെസ്, അവിടുന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് തള്ളി ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഒളിച്ചിരിക്കാൻ നോക്കണ സ്പോട്ട് ഏതാന്ന് ഞാൻ നോക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒളിച്ചിരുന്ന എവിടെയാ? മുകളിൽ ആളെ കണ്ടു പുള്ളി ഭിത്തിയോട് കയറുന്ന നിൽക്കില്ലേ, ആ സ്പോട്ടായിരിക്കും. ചങ്ങാടോ? ചങ്ങാടത്തിനാണോ കിടക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ മീനോ? അതൊരു മീനുകളാണ്. ആ കാണുന്നതാണ് തുഴ ടൗൺ. പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാണുന്നതാണ് നടുക്കണ്ടത്തിൻ്റെ ഭാഗം. പിന്നെ അങ്ങോട്ടേക്ക് മുകളിൽ കാണുന്ന സ്ഥലം കരിങ്കുന്നം നെല്ലാപ്പാറയൊക്കെ വരും. അവിടെ കാണുന്ന സ്ഥലം ആ കുനിപ്പ് കണ്ടു, ആ കുനിപ്പാണ് എലവീഴ പൂഞ്ചിറ. അതെ, എലവീഴ പൂഞ്ചിറ ഇപ്പോൾ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതെ, പിന്നെ ആ കാണുന്ന സ്ഥലമൊക്കെ മറ്റേ മൂലമറ്റത്തിൻ്റെയും നാടുകാണിയുടെ ഒക്കെ ഭാഗങ്ങളാണ്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്നത് മറ്റേ വിളക്കുപാറ, അതിനപ്പുറം കാണുന്ന ചെപ്പുകുളം. പിന്നെ അവിടെ ഇതിനപ്പുറം ഒരു മലയുണ്ട്, ആ മലയാണ് പേര് മറന്നുപോയി. ആ സ്ഥലം ഏതായിരുന്നടാ? ഏതോ ഒരു സ്ഥലം. പോട്ടെ. ഇപ്പം എന്തായാലും നിങ്ങൾ ഇത്രയും മനസ്സിലായല്ലോ, മതി. നമ്മുടെ പുതിയ ഫ്രണ്ട്സ് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവനെ പോലെയുള്ള പ്രകൃതി വിരുദ്ധന്മാരാണ് ഈ നാടിന്റെ ശാപം. കണ്ടോ, ഇത്രയും നല്ലൊരു സ്ഥലത്തിന് ഞാൻ വർണ്ണിച്ചോണ്ടിരുന്ന എഴുതിന് അവൻ അവിടെ പോയി മൂത്രം ഒഴിക്കുന്നു. എന്നാൽ ക്യാമറ ഓഫ് ആക്കിയിട്ടൊക്കെ മൂത്രം ഒഴിക്കണ്ടേ? ചേർത്തെ ക്യാമറ ഓഫ് ആക്കിയിട്ടുണ്ട്. വാ, എനിക്ക് മുള്ളണം പിടിച്ചോ. അല്ല, നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് തൊടുപുഴയിൽ നമ്മുടെ ഏത് പുതിയ സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാലും ആദ്യം കൊണ്ട് കാണിക്കുന്ന സ്ഥലം ഇതാണ്. നമ്മുടെ പോണ്ടിച്ചേരിയിൽ നിന്നുള്ള ടീംസ്, മനുവാൻ ടീംസ് വന്നപ്പോഴും അതുപോലെ തന്നെ രുക്മ വന്നപ്പോഴും എല്ലാം നമ്മൾ നേരെ, ഇപ്പോൾ എത്രയും പേരായിട്ട് ഞാൻ ഓർക്കുന്നുള്ളൂ, എത്രയോ ആൾക്കാർ നമ്മളിവിടെ വന്നിരിക്കുന്നു, കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണിത്. അവിടെയൊക്കെ നമ്മൾ ഇടയ്ക്ക് വന്ന് ചുമ്മാ വന്നിരിക്കും. നല്ല രസമാണ് ചുമ്മാ അവിടെ വന്നിരിക്കാനായിട്ട്, ഭയങ്കര പീസ്ഫുള്ളായിട്ട്. ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ. നമുക്കങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ആകപ്പാടെ കുറ്റം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഞ്ചാവ് ടീംസ് പിള്ളേർ സെറ്റുണ്ട്. അവന്മാരിവിടെ വന്ന് ഇരുന്ന് കഞ്ചാവും വലിച്ച് OCB പേപ്പറും ഇട്ട് ബിയറിൻ്റെ കുപ്പിച്ചില്ലും തല്ലി പൊട്ടിച്ച് ഈ സ്ഥലം അങ്ങനെ സാമൂഹിക വിരുദ്ധരുടെ ഏരിയ ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വന്നിട്ട് ചെറിയ വള്ളിയുണ്ട്, അവന്മാർ വന്നിട്ട് നെഗറ്റീവ് പറയും. അതുകൊണ്ട് തന്നെ ആൾക്കാരെന്തായി, എടാ തന്തവൈബുള്ള ആൾക്കാർക്ക് എന്നടാ പറയുന്നത്? അമ്മാവൻസ്, സദാചാരവാദികൾ, അതാണ് എൻ്റെ വാക്ക്.
അതന്നെ ഇവിടുത്തെ അലമ്പ് പിള്ളേർ സെറ്റ് വന്നിട്ട് അലമ്പാക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ആൾക്കാർ എന്നാ സദാചാരവാദികൾ ഭയങ്കരമായിട്ടും കൂടി. അവർ കുറ്റം പറയാനും പറ്റത്തില്ല. ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അലമ്പാക്കാറുണ്ട്. ഇത് കേട്ടോ അവിടെയൊക്കെ വന്നിരിക്കാം, നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കാം. പിന്നെ ഇങ്ങോട്ടേക്ക് ചാടിച്ചാണെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ വന്ന് ചാടിച്ചാകാം. പിന്നെ ഏറ്റവും രസം എന്നത് ആൾക്കാരധികം ശ്രദ്ധിക്കാത്തൊരു കേസാണ് ഈ കുളം. കണ്ടോ ഇവിടെ വന്നടാ, താഴത്തേക്ക് നോക്കി. ഈ കുളത്തിൻ്റെ ഷേപ്പ് എന്താ നോക്കി. എന്താ ഷേപ്പ്? ഹാർട്ടിൻ്റെ ഷേപ്പല്ല, ഉച്ചനത്തിൻ്റെ ഷേപ്പല്ലേ നോക്കി. ആ ഒരു തിട്ട ആ ഒരു ഭാഗം മാത്രം ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ഷേപ്പാ? ഹാർട്ടിൻ്റെ ഷേപ്പാ ഇതിന്. ഇതെനിക്ക് കണ്ടിട്ട് കിഡ്നിയൊക്കെ പല്ലിയാണ് അല്ലേ? ഇത് നോക്കി കിഡ്നി പല്ലിട്ടേ. എടാ നിന്നെ പോലെയുള്ള പെണ്ണ് കിട്ടാത്തവന്മാർക്ക് കിഡ്നി ആയിട്ടൊക്കെ തോന്നും. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം തീർത്ത് നമ്മൾ തിരിച്ചു പോവാണ്. 1600. ഇത് തൊടുപുഴയെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 കിലോമീറ്റർ മാക്സിമം, അങ്ങേറ്റം പോയിട്ട് 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഇങ്ങോട്ടുള്ളൂ. നമുക്ക് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം കേട്ടോ. മഴയില്ലാത്ത സമയത്ത് വരണം, കാരണം ഇത് മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴയുടെ സമയത്ത് എങ്ങാനും എന്തേലും ഇടി വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലക്ക് അത് തന്നെ തലക്കിട്ട് ഉറപ്പാ. പിന്നെ താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്ന ആൾക്കാരെല്ലാം ചെയ്യുന്നൊരു പരിപാടിയാണ് കല്ലെടുത്ത് താഴത്തേക്ക് എറിയാന്നുള്ളത്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കുളത്തിൽ ഇറങ്ങി കളിക്കാം. അത് തന്നെ ആ കുളത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോരം കല്ല് വേണമെങ്കിലും എറിഞ്ഞ് നമ്മളതിൻ്റെ മത്സരം വരെ വെക്കാറുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ടോ കുപ്പിച്ചില് കിടക്കണ കണ്ടോ, കണ്ടോ ഇവൻ്റെ ഷൂ ഒക്കെ ചിലപ്പോൾ തുളഞ്ഞ് കയറി നോക്കിയിരിക്കും. ഇതൊക്കെ കാലെ കൊണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി തീർന്ന്, പിന്നെ കാലൊക്കെ മുറിച്ച് കളയേണ്ട ആവശ്യമുള്ളൂ. ആരോട് പറയാൻ. അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ കിട്ടി. അവനെന്തോ കിട്ടിയെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? അവനെന്തോ കിട്ടിയെന്ന്. ഇല്ല, എനിക്ക് കിട്ടിയില്ല. എനിക്കും കിട്ടിയില്ല. എടാ മോബോമേക്കിലൊന്നും കിട്ടൂല. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു. അവിടുന്ന് പത്മേന്ന് ഇറങ്ങിയിട്ടും പോയി. ഹലോ, നമ്മളെ പത്മേന്ന് ഇറങ്ങിയിട്ട് ഒറോപ്പാറ കയറി. അത് കഴിഞ്ഞ് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നമുക്ക് ശരത്തിന് വേണ്ടി ഒരു മൊബോ ഹബ്ബി കയറണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെൻ്റ് എടുത്ത സാധനങ്ങൾ കൊടുത്തു. പിന്നെ ശരത്തിൻ്റെ കണ്ണ് നോക്കാൻ വേണ്ടിയിട്ട് ലെൻസ് കാട്ടി കയറി കഴിഞ്ഞാൽ ചുമ്മാ കണ്ണാടി നോക്കാൻ വേണ്ടി ഞാനും നോക്കിയത്. എൻ്റെ കണ്ണ് 1.5 മൈനസ്. കണ്ണൊക്കെ അടിച്ച് പറയുന്നു തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും എവിടെയൊക്കെയോ പോയി, അറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടെമ്പോ കടയിൽ നിന്ന് വന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് ഇനി നേരെ വീട്ടിലേക്ക്. പിന്നത്തെ പരിപാടികളെല്ലാം തീരാൻ പോവാണ്. സോ ബൈ.